മറ്റ് രണ്ട് മുന്നണികളും വെച്ച് പല തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലെല്ലാം ഈ സ്ഥാനാർത്ഥികളുടെയും നേതാക്കന്മാരുടെയും എല്ലാം പ്രതികരണം സ്വാഭാവികമായിട്ടും അത് ചിലപ്പോൾ ആശങ്ക നിറഞ്ഞതായിരുന്നു, ചിലപ്പോൾ ടെൻഷൻ ഉള്ളതായിരുന്നു, ചിലപ്പോൾ ഒരുപക്ഷെ ഒട്ടും സുഖകരമല്ലാത്ത പ്രതികരണങ്ങളിലൊക്കെ കൂടെ കടന്നുപോയി. അങ്ങനെ മാധ്യമങ്ങൾക്ക് നേരെ വലിയ വിമർശനങ്ങൾ നേരിട്ട യു ഡി എഫ് സ്ഥാനാർത്ഥി അടക്കം മാധ്യമങ്ങളോട് സംസാരിക്കേണ്ട എന്ന് പോലും തീരുമാനിച്ച എന്തായാലും സരി നോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ആ ബൂത്തിൽ സാങ്കേതിക തകരാറുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അത്തരം ടെക്നിക്കൽ ഉണ്ടാകാം എന്നുള്ളത്. കൃഷ്ണകുമാറിന് എന്തായാലും ആദ്യ സ്ഥാനാർത്ഥി വോട്ട് സി കൃഷ്ണകുമാറിന്റേതായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം കൽപ്പാത്തി അയ്യപുരം കൽപ്പാത്തി LP സ്കൂളിലാണ് ശ്രീ കൃഷ്ണദാസ് അത് NN കൃഷ്ണദാസ് വോട്ട് ചെയ്യുന്ന സ്ഥലമാണ്. സി കൃഷ്ണകുമാർ വോട്ട് ചെയ്യുന്നതും അതെ ഞാൻ പറഞ്ഞത് സ്കൂൾ മാറിയില്ല, കൽപ്പാത്തി LP സ്കൂൾ തന്നെ. അയ്യപുരം ബൂത്ത് നമ്പർ 25-ലാണ് സി കൃഷ്ണകുമാർ വോട്ട് ചെയ്യുന്നത്. കൃഷ്ണകുമാർ BJPയുടെ സ്ഥാനാർത്ഥി, NDAയുടെ സ്ഥാനാർത്ഥി ഇപ്പോഴിതാ വോട്ട് രേഖപ്പെടുത്തുകയാണ്. ഇതിനുശേഷം മറ്റു ബൂത്തുകളിലേക്ക് അടക്കം അദ്ദേഹത്തിന് പോകേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ രാവിലെ തന്നെ അദ്ദേഹം സമ്മതിദാനാവകാശം വിനിയോഗിക്കുകയാണ്. അദ്ദേഹം ഭാര്യയോടൊപ്പം ആണ് എത്തിയത്. അത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള മറ്റൊരു ക്യൂവിൽ ആയിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കൃഷ്ണകുമാർ ഇതാ വോട്ട് ചെയ്യാൻ തയ്യാറെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് 88-ാം നമ്പർ ബൂത്തിൽ PSETന് വോട്ട് ചെയ്യാൻ കഴിയാതിരുന്നത്. VVPAT യന്ത്രത്തിന് ചെറിയ ഒരു സാങ്കേതിക തകരാർ വളരെ പെട്ടെന്ന് പരിഹരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്പ്ലേ ഇററോ ബാറ്ററി പ്രശ്നമോ ആണ്, അത് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കൂടി നേരത്തെ PSET മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് മണ്ഡലത്തിൽ വോട്ടില്ല. ഷാഫി പറമ്പിൽ ആണ് പ്രധാന. സി കൃഷ്ണകുമാർ വോട്ട് രേഖപ്പെടുത്തുന്ന ദൃശ്യമാണ്. കഴിഞ്ഞ തവണ BJPയെ സംബന്ധിച്ചിടത്തോളം 3850